Greenlives coaching and training solution. അപ്പോൾ 5 key areas പറഞ്ഞു ലീഡർഷിപ്പിന്റെ. എന്തൊക്കെയാണ്? മൈൻഡ് മാസ്റ്ററി, പീക്ക് പ്രൊഡക്ടിവിറ്റി, ഇന്റർപേഴ്സണൽ എക്സലൻസ് ആൻഡ് ഹൈ പെർഫോമൻസ് ടീം വർക്ക്, ദെൻ വേൾഡ് ലൈഫ് ബാലൻസ് അറ്റ് വേൾഡ് ക്ലാസ്, ദെൻ മാക്സിമൈസിങ് യുവർ മൊമെൻറ്റം ആൻഡ് റിച്വൽ ഇൻസ്ട്രക്ഷൻ. ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോവുകയാണ്, കാരണം നമ്മളൊരു 13 സ്ലൈഡൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ സ്പീഡ് പോയില്ലെങ്കിൽ എന്തെങ്കിലും കവർ ചെയ്യാൻ കഴിയില്ല. സോ മൈൻഡ് മാസ്റ്റർ നമ്മൾ പറഞ്ഞതാണ്, മാസ്റ്റർ ദ വിന്നിങ് മൈൻഡ് സെറ്റ് ഓഫ് എ ഗെയിം ചേഞ്ചിങ് ലീഡേഴ്സ്. ഗെയിം ചേഞ്ച് ചെയ്ത ലീഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ലീഡർഷിപ്പ് ഈസ് എ മൈൻഡ് സെറ്റ്, നോട്ട് എ പൊസിഷൻ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക അവസ്ഥയാണ്. എല്ലാം മനസ്സിൻ്റെ അവസ്ഥയാണ്. വെൽത്ത് ഒരു മനസ്സിൻ്റെ ഫീലിംഗ് അവസ്ഥയാണ്. മനസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് വെൽത്ത്. അതേപോലെ ലീഡർഷിപ്പ് എന്താണ്, ഒരു മൈൻഡ് സെറ്റാണ്. അതൊരു പൊസിഷനല്ല. ഒരു പൊസിഷൻ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റിലിരിക്കുന്ന ആളാണ്. പക്ഷെ അയാൾ ആ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് അറിയിക്കഴിഞ്ഞാൽ ആൾക്ക് ഒരു വിലയുണ്ടാവില്ല. ഉണ്ടാവോ? പ്രസിഡന്റിന്റെ വില കിട്ടുമോ? പ്രസിഡന്റ് പോസ്റ്റിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ വലിയ വില ഉണ്ടോ? ആള് ചീഫ് മിനിസ്റ്റർ ആയിരുന്നല്ലോ, ആൾക്ക് ഇപ്പോൾ വലിയ അച്യുതാനന്ദന് ഇപ്പോൾ എന്തെങ്കിലും വില ഉണ്ടോ? നമ്മളാണ് മോശമാണ് വില പറഞ്ഞത്. ആ ലീഡർഷിപ്പ്, ആ പൊസിഷൻ കഴിഞ്ഞാൽ ലീഡർഷിപ്പ് പോയി അല്ലേ? ഇപ്പൊ നിങ്ങൾ അച്യുതാനന്ദനൊക്കെ വന്നാൽ ഓടിക്കൂടി സെൽഫ് എടുക്കുമോ? മുമ്പത്തെ പോലെ എടുക്കൂല. സെൽഫ് എടുക്കുമോ? നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് നിങ്ങളിൽ ഉണ്ടാവും ചിലപ്പോൾ. അല്ല, പാർട്ടി ഒന്നുമില്ല. ഓക്കെ. പക്ഷെ നോർമലി ഒരു ചീഫ് മിനിസ്റ്റർ പവർ ഉണ്ടാവോ? ഉണ്ടാവില്ല. പത്രക്കാരൊക്കെ ഓടി കൂടും അച്യുതാനന്ദൻ വരുമ്പോ ഇപ്പോൾ കൂടില്ല. ഉമ്മൻചാണ്ടി ട്രെയിനിൽ പോയിട്ട് കൂടി കുട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ട്രെയിനിൽ പോയിട്ട് കൂടി ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കാരണം എന്താ? അയാൾ ഇന്ന് ചീഫ് മിനിസ്റ്റർ അല്ല. ഞാൻ അതിനെക്കാളും അപ്പുറത്ത് കാണുന്നത് ഇപ്പൊ രാം ഗോവിന്ദ് അല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് അറിയാം എന്തിന്റെ? രാം ഗോവിന്ദ്. അയാൾ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അയാൾ അമ്പലത്തിലൊന്നും കേട്ടിട്ടില്ല പ്രസിഡന്റ് ആയിട്ട് തന്നെ. അതുകൂടി ഇല്ലെങ്കിൽ അപ്പൊ അയാൾക്ക് ഒരു വില ഉണ്ടാവില്ല. കലാമിനുണ്ടെന്ന് വില, അത് ലീഡർഷിപ്പ് വേറെയാണ്. അത് ടൈറ്റിലല്ല, അത് സ്റ്റാർ അല്ല, അത് പ്രസിഡന്റ് അല്ല, അത് ജീന് വേറെയാണ്. അയാൾ പ്രസിഡന്റ് ആയിട്ടല്ല നമ്മളയാളെ റെസ്പെക്ട് ചെയ്ത്. ഇനി അങ്ങനെ അത് മിസൈൽ മാൻ ആയതുകൊണ്ട് മാത്രമല്ല. മിസൈൽ മാൻ ആണ് അത് മാത്രമാണോ? അല്ല. അയാളൊരു റോൾ മോഡൽ ചെയ്യുന്നു. അയാൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആളായിരുന്നു. അയാൾ കിനാവ് കാണാൻ പഠിപ്പിച്ചു കുട്ടികളെ. ഡ്രീം 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 ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ്, തോട്ട്സ് റിസൾട്ട് ഇൻ ടു ആക്ഷൻ എന്ന് പറഞ്ഞ് ക്യാമ്പസുകളിലേക്ക് പോയി, സ്കൂളുകളിലേക്ക് പോയി, കലാലയങ്ങളിലേക്ക് പോയി. അയാൾ ലോകം മൊത്തം ആദരിച്ചിരുന്ന ഒരു ലീഡറാണ്. അത് പ്രസിഡന്റ് ആകണ്ടല്ല നമുക്ക് കലാമിനോട്. പ്രസിഡന്റ് അല്ലെങ്കിൽ നമ്മൾ കലാമിനെ റെസ്പെക്ട് ചെയ്യും. അതാണ് ലീഡർഷിപ്പ്. അത് പൊസിഷനല്ല, അത് പൊസിഷനല്ല. പൊസിഷൻ ഇല്ലെങ്കിൽ ഒരു ലീഡേഴ്സാണ്. സോ ലീഡർഷിപ്പ് ഈസ് നോട്ട് എ പൊസിഷൻ. അതല്ല ശരിക്കും ലീഡർഷിപ്പ്. അത് കാർഡിൽ CEO ഇതൊക്കെയല്ല ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് വർക്കിംഗ്, ഇറ്റ്സ് എൻ അപ്രോച്ച്. ലീഡർഷിപ്പ് ഇസ് എ മെന്റാലിറ്റി, ഇറ്റ്സ് എ ഫിലോസഫി. അതൊരു മെന്റാലിറ്റിയാണ്, അതൊരു ഫിലോസഫിയാണ്. ഇറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്, അതൊരു മനോഭാവമാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. ഇറ്റ് ഈസ് അവൈലബിൾ ടു ഈച്ച് വൺ ഓഫ് us. നമ്മൾക്ക് ഓരോ ആൾക്കും ലീഡർ ആവാം. ഇതൊന്നും ആരുടെയും കുത്തിക്കൊന്നുമല്ല. ലീഡർഷിപ്പ് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. ആർക്കും ലീഡർ ആവാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ലീഡർ ആവാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഒന്നെന്താണ്, ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതാണ് തിങ്ക് ഇമോഷണൽ കണ്ടേജിയൻ. എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ക്രാബ് നേച്ചർ ഫ്രണ്ടിനെ കട്ട് ചെയ്യുക. എനർജി വാമ്പയേഴ്സ്, നമ്മളെ എനർജി കട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ വേഗം ഒഴിവാക്കുക. ഇത് ഇമോഷൻ എന്ത് ചെയ്യും? നമ്മളെ സ്വാധീനിക്കും. അപ്പൊ ഇമോഷണൽ കണ്ടേജിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞോട്, യു ആർ നോട്ട് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളാൽ മാത്രമല്ല സ്വാധീനിക്കുക. പിന്നെ നിങ്ങൾ ആരൊക്കെ സ്വാധീനിക്കും? യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫ്രണ്ട്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ സ്വാധീനിക്കും. ആൻഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. ആൻഡ് സുഹൃത്തുക്കളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സ്വാധീനിക്കും. അപ്പൊ ആലോചിക്കുക അതിന്റെ പവർ. നിങ്ങളെ സുഹൃത്ത് മാത്രമല്ല നിങ്ങളെ സ്വാധീനിക്കുക, സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ സ്വാധീനിക്കും, സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ സ്വാധീനിക്കും. അപ്പൊ അതിന്റെ നെഗറ്റിവിറ്റിന്റെ പവർ ആലോചിച്ചു. അത്ര എന്താണ് നമ്മൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഡയറക്റ്റ് മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പോസിറ്റീവ് പീപ്പിളിനൊപ്പം നടക്കണം.
നിങ്ങൾക്ക് നെഗറ്റീവ് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് മൊത്തം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. ആളുകൾ ഡ്രീം കൊടുക്കാതെ ആളുകൾ ഇതിലേക്ക് വരില്ല. ആളുകളുടെ സ്വപ്നങ്ങളാണ് നമ്മൾ വിൽക്കുന്നത്. സോ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും പോസിറ്റീവ് ആവണം. നിങ്ങൾ ഫുള്ളൊരു എനർജി നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ നിങ്ങൾ അത് കീപ്പ് ചെയ്യണം. ആ എനർജി കീപ്പ് ചെയ്യണമല്ലോ ആളുകൾ. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ചുറ്റും എന്ത് ചെയ്യണം, കൊണ്ടുവരണം. നമ്മൾ അവരെ കൂടെ എന്ത് ചെയ്യണം, സറൗണ്ട് ചെയ്യണം. ആൻഡ് സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓടി ഒളിക്കണം. ഒരു വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, വേഗം തടി തപ്പണം അല്ലേ. എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളും പട്ടിണിയും പാരും പറഞ്ഞുണ്ടല്ലോ, പാരായി പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഫോണിൽ വിളിച്ചാൽ നയാ പൈസ ഇല്ല കയ്യിൽ എന്നൊക്കെ ഇങ്ങനെ അലോട്ട് വെച്ചിട്ടുണ്ടാവുക. ആരും വിളിക്കൂലല്ലോ. ഇതൊക്കെയാണ് അപ്പൊ നമ്മളത് കേൾക്കില്ലേ. ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കും. നല്ല പാട്ടായിരിക്കും, നല്ല പവർഫുൾ ആയിരിക്കും, പക്ഷെ അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. സോ അതിലെന്ത് ചെയ്യണം, നമ്മൾ ഇന്ന് പറഞ്ഞു, എന്ത് 3 സ്ട്രാറ്റജി പറഞ്ഞു. ഒന്ന്, യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. നിങ്ങൾ ആരെ കൂടെയാണ് കോഫി എടുക്കുന്ന പോലെ നിങ്ങളാവും. അപ്പൊ നിങ്ങൾ കോഫി എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, പ്രീമിയം ക്ലാസ്സിന്റെ കൂടെ കോഫി എടുക്കുക. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com, or like our page Facebook/mujeebgreenlives, or you can WhatsApp to 9995142164.